എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ജനുവരി 5-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്തെ വീടുകൾ ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങൾക്ക് ബിൽഡിംഗ് കാർഡ് കൂടി വരികയാണ്. സംസ്ഥാനത്ത് പ്രോപ്പർട്ടി കാർഡ്, അതുപോലെ നേറ്റിവിറ്റി കാർഡ്, ഇതിന് പുറമെയാണ് ഇപ്പോൾ വീടുകൾക്ക് കൂടി പുതിയ കാർഡ് സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് പുനർവിഭജനത്തെ തുടർന്നാണ് നടപടി. ഇതോടെ വീടുകൾക്ക് ഉൾപ്പെടെ പുതിയ നമ്പർ ലഭിക്കും. ഇതിനു മുമ്പ് നടന്ന വാർഡ് വിഭജന സമയത്തും പ്രസ്തുത കെട്ടിടങ്ങൾക്ക് ഉണ്ടായിരുന്ന നമ്പറും കാർഡിൽ രേഖപ്പെടുത്തും. അതിനാൽ നിലവിലുള്ള രേഖകളിൽ വീട്ടു നമ്പർ തിരുത്തേണ്ടി വരില്ല എന്ന് ഇൻഫർമേഷൻ കേരള മിഷൻ ഡയറക്ടർ സന്തോഷ് ബാബു അറിയിച്ചു. സ്മാർട്ട് വഴിയാണ് കെട്ടിട നമ്പർ പുനഃക്രമീകരിക്കുക. തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇതിനുള്ള പ്രവർത്തനം ആരംഭിച്ചു. ആദ്യം വാർഡ് നമ്പറും രണ്ടാമത് കെട്ടിട നമ്പറും സൂചിപ്പിക്കുന്ന നിലയിലായിരിക്കും ക്രമീകരണം. ഭാവിയിൽ വരാൻ സാധ്യതയുള്ള കെട്ടിടങ്ങൾക്കായി കെട്ടിട നമ്പർ മുൻകൂട്ടി റിസർവ് ചെയ്യാനും സൗകര്യമുണ്ട്. സ്മാർട്ടിൽ പഴയ കെട്ടിട നമ്പർ നൽകിയാൽ പുതിയ നമ്പർ ഏതെന്ന് അറിയാനാകും. ബിൽഡിംഗ് കാർഡിൽ കെട്ടിട നമ്പറിന് പുറമെ പെർമിറ്റ്, പിന്നീട് നടത്തിയ കൂട്ടിച്ചേർക്കലുകൾ തുടങ്ങിയ വിവരങ്ങളും ഉണ്ടാകും. സംസ്ഥാനത്താകെ 1.5 കോടി കെട്ടിടങ്ങളാണ് ഉള്ളത്. കെട്ടിട നമ്പർ ഇടയ്ക്കിടെ മാറുന്നത് ഒഴിവാക്കാൻ ഡിജിപിൻ നടപ്പിലാക്കുന്നത് പരിഗണനയിലാണ്. ഇതിനുള്ള പ്രപ്പോസൽ ഒരാഴ്ചക്കുള്ളിൽ സർക്കാരിന് സമർപ്പിക്കുമെന്നും സന്തോഷ് ബാബു പറഞ്ഞു. സംസ്ഥാനത്ത് ജനുവരി മാസത്തെ റേഷൻ വിതരണം ശനിയാഴ്ച മുതലാണ് ആരംഭിച്ചത്. ഞായറാഴ്ച അവധിക്ക് ശേഷം തിങ്കളാഴ്ച മുതൽ ജനുവരി മാസത്തെ റേഷൻ വിതരണം സജീവമാകും. ഈ മാസം നീല വെള്ള റേഷൻ കാർഡിലുള്ളവർക്ക് അരി വിഹിതം കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് കുറച്ചിട്ടുണ്ട്. വെള്ള റേഷൻ കാർഡിന് 2 കിലോ അരി മാത്രമാണുള്ളത്. അതേസമയം നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് അധികമായി ആട്ട ലഭിക്കുന്നതാണ്. പക്ഷേ റേഷൻ കടകളിലേക്ക് ആട്ട സ്റ്റോക്ക് എത്തേണ്ട താമസം ഉണ്ടാകും. ഇപ്പോൾ റേഷൻ കടയിലെത്തി ആട്ട ചോദിച്ചാൽ കിട്ടണം എന്നില്ല. 17 രൂപ നിരക്കിലാണ് ഓരോ റേഷൻ കാർഡിനും നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ആട്ട ലഭിക്കുക. മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് മഞ്ഞ റേഷൻ കാർഡിന് 7 രൂപക്കും പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് 9 രൂപക്കും ആട്ട ലഭിക്കുന്നതാണ്. മഞ്ഞ റേഷൻ കാർഡിന് 1 ലിറ്റർ മണ്ണെണ്ണയും പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡുള്ളവർക്ക് 1/2 ലിറ്റർ മണ്ണെണ്ണയും ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തേതായി ലഭിക്കും. അത് നാളെ മുതൽ തന്നെ വാങ്ങാൻ സാധിക്കുന്നതാണ്. റേഷൻ കടയിൽ സ്റ്റോക്കില്ല എങ്കിൽ അത് കിട്ടിയതിന് ശേഷം ലഭിക്കുന്നതാണ്. സമൃദ്ധി കേരളം സംരംഭകത്വ വികസന വായ്പാ പദ്ധതി പ്രകാരം പട്ടികജാതി സംരംഭകർക്ക് സബ്സിഡിയോടുകൂടി 10 ലക്ഷം രൂപയുടെ ടോപ്പ് അപ്പ് ലോൺ ലഭിക്കുന്നതാണ്. ഇതിൽ 2 ലക്ഷം രൂപ പരമാവധി വരെ ലോണിൻ്റെ 20% സബ്സിഡിയോടുകൂടി വായ്പയിൽ ഇളവ് ലഭിക്കുന്നതാണ്. നിലവിലെ സംരംഭങ്ങൾ വിപുലപ്പെടുത്തുന്നതിനും നിലവിൽ കുടിശ്ശിക ഇല്ലാത്ത വായ്പകൾക്കും അപേക്ഷ നൽകാവുന്നതാണ്. അതായത് നിലവിൽ കുടിശ്ശിക ഇല്ലാത്ത നിലവിലുള്ള വായ്പകൾക്കും ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നതിന് വേണ്ടി അപേക്ഷ നൽകാം. പ്രായപരിധി 65 വയസ്സ് വരെയാണ്. വനിതകൾക്കും ദുർബല വിഭാഗങ്ങൾക്കും മുൻഗണനാ വിഭാഗങ്ങൾക്കും ഈ ആനുകൂല്യം ലഭിക്കുന്നതാണ്. വിശദ വിവരങ്ങൾക്കും അപേക്ഷയ്ക്കും കേരള സംസ്ഥാന പട്ടിക വർഗ വികസന കോർപ്പറേഷൻ ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ വിശദ വിവരങ്ങളും നിങ്ങളുടെ സ്ഥലത്തെ ഓഫീസുമായി ബന്ധപ്പെടേണ്ട നമ്പറും ആദ്യ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പുതിയ അറിയിപ്പുകൾ വന്നിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ കുറച്ച് പുതിയ അറിയിപ്പുകൾ കൂടിയുണ്ട്. അക്ഷയ കേന്ദ്രങ്ങളിലൂടെ ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുമ്പോഴുള്ള ഫീസ് നിജപ്പെടുത്തിയിട്ടുണ്ട്. QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് പദ്ധതിയിലേക്ക് അപേക്ഷ നൽകാവുന്നതാണ്. എങ്ങനെ സ്വന്തമായി അപേക്ഷിക്കാം എന്നുള്ളതൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കാണിച്ചതാണ്. അപ്പോൾ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് പറയുന്നത്. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലേക്ക് ഇതുവരെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് 8,52,223 സ്ത്രീകളാണ്. എന്നാൽ 33 ലക്ഷത്തിലധികം സ്ത്രീകൾക്ക് പദ്ധതിയിലൂടെ ഗുണം ലഭിക്കുന്നതാണ്. നിലവിൽ സംസ്ഥാനത്ത് മുൻഗണനാ വിഭാഗമായിട്ടുള്ള പിങ്ക് റേഷൻ കാർഡിലും മഞ്ഞ റേഷൻ കാർഡിലും ഉൾപ്പെട്ടിട്ടുള്ള 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരുടെ എണ്ണം കണക്കാക്കിയാണ് 33 ലക്ഷത്തിലധികം സ്ത്രീകൾക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കും എന്ന് പറയുന്നത്. എന്നിട്ടും ഇതുവരെ 9 ലക്ഷത്തിന്, അതായത് 8 ലക്ഷത്തോളം ആളുകൾ മാത്രമാണ് അപേക്ഷ നൽകിയത്. അത് എന്തുകൊണ്ടാണ് എന്ന് പരിശോധിക്കുമ്പോൾ ഒരു തെറ്റിദ്ധാരണ കൊണ്ടാണ് എന്നാണ് മനസ്സിലാകുന്നത്. ആ തെറ്റിദ്ധാരണ ആദ്യം തീർക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. ആ കാര്യം എന്താണെന്ന് വെച്ചാൽ, വീട്ടിലെ മറ്റാർക്കെങ്കിലും ക്ഷേമ പെൻഷൻ, അതായത് അച്ഛനോ അമ്മക്കോ അല്ലെങ്കിൽ ഭർത്താവിന്റെ അച്ഛനോ അമ്മക്കോ അല്ലെങ്കിൽ മറ്റ്
അംഗവൈകല്യം ഉള്ള ആളുകൾക്കോ വിധവകൾക്കോ മറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നുണ്ട് എങ്കിൽ അതേ വീട്ടിലുള്ള മറ്റ് പെൻഷൻ പദ്ധതികളോ സർക്കാർ സഹായങ്ങളോ ഒന്നും ലഭിക്കാത്ത 35-നും 60 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്ക് ഈ സഹായം ലഭിക്കില്ല എന്നുള്ള ഒരു തെറ്റിദ്ധാരണ പലപ്പോഴും പല ആളുകൾക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഇതിന് അവകാശം ഇല്ല അല്ലെങ്കിൽ ലഭിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് പല ആളുകളും അപേക്ഷ നൽകാത്തത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള പഞ്ചായത്ത് മെമ്പർമാർ, മുനിസിപ്പൽ കൗൺസിലർമാർ, ജനപ്രതിനിധികളെല്ലാം ഇക്കാര്യത്തിൽ ഒരു ഗൗരവത്തിലെടുത്ത് ഇത്തരത്തിൽ തെറ്റിദ്ധാരണ കൊണ്ട് ആരെങ്കിലും അപേക്ഷ നൽകാതെ ഇരിക്കുന്നുണ്ട് എങ്കിൽ ഒരു ബോധവൽക്കരണം നിങ്ങളുടെ വാർഡ് തലങ്ങളിൽ നടത്തണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും മനസ്സിലാക്കുക, എല്ലാവരും മറ്റുള്ള ആളുകൾക്ക് കൂടി പറഞ്ഞു കൊടുക്കുക. അതായത് വീട്ടിൽ ആർക്കെങ്കിലും പെൻഷൻ ലഭിക്കുന്നുണ്ട് എങ്കിൽ ആ വീട്ടിലെ ഒരു സഹായവും 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്ക് ഈ സഹായം ലഭിക്കില്ല എന്ന് ആരും കരുതരുത്. സ്വന്തമായിട്ട് മറ്റ് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് എങ്കിൽ മാത്രമാണ് പദ്ധതിയിലേക്ക് അനർഹത ഉള്ളത്. അല്ലെങ്കിൽ സ്വന്തമായിട്ട് സർക്കാരിൽ നിന്ന് മറ്റു ഒരു ആനുകൂല്യവും ലഭിക്കുന്നില്ല എങ്കിൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷ നൽകാവുന്നതാണ്. സംസ്ഥാനത്ത് സ്ഥിരതാമസം ആയിരിക്കണം എന്നുള്ളത് ഒരു നിബന്ധനയാണ്. അപേക്ഷ നൽകുന്നതിന് സ്കൂൾ സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ പാസ്പോർട്ട് അല്ലെങ്കിൽ ജനന സർട്ടിഫിക്കറ്റ് ഇവയാണ് ജനനം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രേഖ. ഇവ ലഭ്യമല്ല എങ്കിൽ മെഡിക്കൽ ഓഫീസർ, അതായത് ഡോക്ടറുടെ ഒരു സർട്ടിഫിക്കറ്റ് വയസ്സ് തെളിയിക്കുന്നതിന് വെച്ചാൽ മതി. ബാങ്ക് അക്കൗണ്ട്, IFSC കോഡ് ഉൾപ്പെടെ വേണം. ഒരു ഫോട്ടോ വേണം, ആധാർ കാർഡിന്റെ കോപ്പി വേണം. സ്വയം സാക്ഷ്യപ്പെടുത്തിയ പദ്ധതിയിലേക്ക് അർഹയാണ് എന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ഒരു പകർപ്പ് കൂടി ഇതോടൊപ്പം വെക്കണം. അപ്പോൾ ഇനിയും അപേക്ഷ നൽകാത്തവർ അപേക്ഷ നൽകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ അപേക്ഷ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഫീസ് നിജപ്പെടുത്തിയിട്ടുള്ള അറിയിപ്പ് എത്തിയിട്ടുണ്ട്. ആ കാര്യമാണ് പറയുന്നത്. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് രജിസ്ട്രേഷനും അനുബന്ധ സേവനങ്ങൾക്കും അക്ഷയ കേന്ദ്രങ്ങളിൽ സർവീസ് ചാർജ് 40 രൂപ നിശ്ചയിച്ച് സർക്കാർ സർക്കുലർ പുറപ്പെടുവിച്ചു. കൂടാതെ രേഖകളുടെ സ്കാനിംഗ്, പ്രിന്റിംഗ് എന്നിവയ്ക്ക് നിലവിലെ സർക്കാർ നിർദ്ദേശപ്രകാരമുള്ള തുകയും ഈടാക്കാവുന്നതാണ്. നിലവിൽ സംസ്ഥാനത്തെ മറ്റു സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുടെയോ ക്ഷേമ പെൻഷനുകളുടെയോ ഗുണഭോക്താക്കൾ അല്ലാത്ത അർഹരായിട്ടുള്ള സ്ത്രീകൾക്ക് മാസം 1000 രൂപ ധനസഹായം ലഭിക്കുന്ന പദ്ധതിക്ക് ksmart.lsg.kerala.gov.in എന്ന വെബ്സൈറ്റ് മുഖേനയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്ക് അപേക്ഷ നൽകേണ്ടത്. ഇത് സ്വന്തമായി കഴിയുന്നവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. സ്വന്തമായി കഴിയാത്തവർക്കാണ് അക്ഷയ കേന്ദ്രങ്ങളിലൂടെ ഇത്തരം ഫീസ് നൽകിയിട്ട് അപേക്ഷിക്കേണ്ടത്. അപേക്ഷ നൽകുന്നതിന് 40 രൂപ ഫീസും പ്രിന്റ് എടുക്കുന്നതിനും മറ്റും അതിൻ്റെതായ ചെറിയ ഫീസും, എന്തായാലും 100 രൂപയ്ക്ക് ഉള്ളിലേ വരൂ എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ദൂരെ